പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇവിടെ അപ്രതീക്ഷിതമായ മടങ്ങിവരവ് പുതിയ വഴിത്തിരിവുകളാണ് ഉണ്ടാക്കുന്നത്. കൃപ വന്നു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മാനസ കൃപയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. മാത്രവുമല്ല, കൃപയോട് കൂടുതൽ അടുക്കുന്നതിനായി മാനസ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ മാനസയുടെ വരവും സംസാരവുമെല്ലാം കൃപയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. ഇതേ തുടർന്നാണ് കൃപയെ ഞെട്ടിച്ചുകൊണ്ട് ആൻറ്റിയമ്മ പറയുന്നത്, ഉടൻ തന്നെ നിന്റെ ചേട്ടനായ കൃഷിൻ്റെയും മാനസയുടെയും എൻഗേജ്മെന്റ് നടക്കാൻ പോവുകയാണ്. ഇരുവരും സ്നേഹത്തിലാണ്. കൂടാതെ കമ്പനിയിലെ ഇമ്പോർട്ടൻ്റ് ആയ ഡിസൈനുകളെല്ലാം ചെയ്തു കൊടുക്കുന്നത് മാനസയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഇഷ്ടപ്പെടാതെ മാനസയെ നോക്കുകയാണ് കൃപ ചെയ്യുന്നത്. ഇതേ തുടർന്ന് കൃഷിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന തീരുമാനമെടുക്കുന്നു. ഇതിൻ്റെ ഭാഗമായി കൃഷിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കൃപ. കൃഷിനോട് മാനസയെ വിവാഹം കഴിക്കാൻ ഏട്ടന് ഇഷ്ടമാണോ? എനിക്ക് എന്തോ മാനസയെ ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ ചിരിയും എല്ലാം സംസാരവും കേട്ടതിനെ തുടർന്ന് എല്ലാം ഒരു ഫേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തോ ചേട്ടന് യോജിച്ച ഒരു പെൺകുട്ടിയാണ് മാനസ എന്ന് എനിക്ക് തോന്നുന്നില്ല. ചേട്ടൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൃഷ് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു. ഇതേ തുടർന്ന് എനിക്കും മാനസയെ അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ അച്ഛനും അമ്മയും വിവാഹത്തിന് വേണ്ടി എന്നെ ട്രാപ്പിലാക്കിയിരിക്കുകയാണ്. എനിക്ക് മാനസയെ കാണുന്നത് തന്നെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷേ എന്തു ചെയ്യാം, നമ്മുടെ അച്ഛനും അമ്മയും ഇപ്പോൾ എനിക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ എതിർത്ത് ഒന്നും തന്നെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നും ഇല്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന്, ഓ അങ്ങനെയാണല്ലേ, ഞാൻ എന്തായാലും നോക്കട്ടെ ചേട്ടനെ സഹായിക്കാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ള കാര്യം. എനിക്ക് കഴിയുന്ന കാര്യമാണ് എങ്കിൽ ചേട്ടനെ ഞാൻ സഹായിക്കാം എന്ന് പറയുകയാണ് കൃപ. ഇതേ തുടർന്നാണ് കൺമണി അവിടേക്ക് കടന്നു വരുന്നത്. കൺമണി കൃപയെ കണ്ടതിനെ തുടർന്ന് ആരാണ് എന്ന് മനസ്സിലാകാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു നിന്ന് നോക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് സുജി കടന്നു വരുന്നത്. ഇത് കൃഷിന്റെ അനിയത്തിയാണ് കൃപ. ഇന്നലെയാണ് ഇവൾ വന്നത് എന്നും ഇവളുടെ ബർത്ത്ഡേ ആണ് എന്നും വ്യക്തമാക്കുന്ന സുജി അതുകൊണ്ട് തന്നെ കൺമണിയോട് ഈ ബർത്ത്ഡേ ഫംഗ്ഷനിൽ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കൃപ, ഓ അമ്മയെ രക്ഷിച്ചത് ഈ ചേച്ചിയാണല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൺമണി, അങ്ങനെയൊന്നുമല്ല, ഞാനന്ന് കണ്ടപ്പോൾ സഹായിച്ചു എന്ന് മാത്രം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇതോടെ കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുന്ന കൃപ, എനിക്കിവിടെ ഒരു കമ്പനി ഇല്ലാതെ ഇരിക്കുകയാണ്. കൺമണിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൺമണി എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയും ഒടുവിൽ അതിനെന്താ, സഹായിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം അവിടേക്ക് മാനസ കയറി വന്ന്, ഞാനില്ലേ, എന്ത് ഷോപ്പിങ്ങിനായാലും എന്തിനായാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിക്കുന്നു. പക്ഷേ മാനസയുടെ വരവ് ഇഷ്ടപ്പെടാത്ത കൃപ ഞാനത് പറയാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോവുകയാണ്. ഇതേ തുടർന്ന് കൺമണിയുമായുള്ള സൗഹൃദം മുന്നിലേക്ക് കൊണ്ടുപോകാൻ കൃപ ശ്രമിക്കുകയും ചെയ്യുന്നു. കൺമണിയുടെ സംസാരവും കാര്യങ്ങളുമെല്ലാം കൃപയ്ക്കും വളരെയധികം ഇഷ്ടമായിരിക്കുകയാണ്. ഇതേ തുടർന്ന് കൃപ കൃഷ്ണനെ ചെന്ന് കാണുകയും കൃഷ്ണനോട്, ചേട്ടന് തെറ്റുപറ്റിയിരിക്കുകയാണ്. ചേട്ടൻ വിവാഹം കഴിക്കേണ്ടത് ആ മാനസയെയല്ല, മറിച്ച് വിവാഹം കഴിക്കേണ്ടത് കൺമണിയെയായിരുന്നു. ആ ചേച്ചി അടിപൊളിയാണ്, എന്ത് രസമാണ്, മനസ്സുകൊണ്ടും അതുകൊണ്ട് തന്നെ സ്വഭാവം കൊണ്ടും കൃഷ് ചേട്ടന്
ചേരുന്ന ഏറ്റവും നല്ല പെൺകുട്ടി കൺമണിയാണ് എന്നും പക്ഷേ പറഞ്ഞിട്ടിനി കാര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. ഇതോടെ കൃപയോട് മാനസികമായുള്ള വിവാഹത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്താൻ സഹായിക്കുമോ എന്ന് കൃഷ് ചോദിച്ചിരിക്കുകയാണ്. അതിനുള്ള സഹായമാണ് ഇപ്പോൾ തനിക്ക് വേണ്ടത്. അത് ചെയ്തു തന്ന് സഹായിക്കുകയാണ് എങ്കിൽ എനിക്ക് എന്തെങ്കിലും സഹായം നിനക്ക് വേണ്ടിയും ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നു. ഇതോടെ ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കൃപ അവിടെ നിന്ന് പോവുകയാണ്. ഇതിനിടയിലാണ് ധനലക്ഷ്മി തൻ്റെ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും എങ്ങനെയെങ്കിലും വിവാഹം നടത്തണം എന്നുള്ള തീരുമാനം എടുക്കുകയും വിവാഹം നടത്തിയാൽ തനിക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റിനെ ആലോചിച്ചുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാകട്ടെ തെറ്റിദ്ധാരണ മൂലം എത്രയും പെട്ടെന്ന് വിവാഹം മുടക്കണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരുന്ന അമ്മായിമാർ ഇതേ തുടർന്ന് ധനലക്ഷ്മിയുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കുന്നതിനായി കടന്നു വന്നിരിക്കുകയാണ്. വിവാഹം മുടക്കുകയല്ലേ ധനലക്ഷ്മി വേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഈ വിവാഹം മുടക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ധനലക്ഷ്മി. അപ്രതീക്ഷിതമായ ഈ ഭീഷണി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ധനലക്ഷ്മിക്കൊരു തിരിച്ചടി കൊടുക്കണം എന്ന് അമ്മായിമാരും ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ്. ഇതേ സമയം മനോജ് ആകട്ടെ എൻഗേജ്മെന്റിന്റെ കാര്യങ്ങൾ ഉടൻ തന്നെ നടത്തണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയും മാത്രവുമല്ല ഒരു തീയതി കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയുന്നത് കൺമണിക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാവുകയും ഇതേ തുടർന്ന് കൺമണി മാനസയെ ചെന്ന് കണ്ട് പറയുകയും ചെയ്യുന്നു. ഇരുവരുടെയും എൻഗേജ്മെന്റ് ഡേറ്റ് ഇതേ തുടർന്ന് ഒരു ദിവസമാണ് വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.